എറണാകുളം ജില്ലയിലെ അതിതീവ്ര കോവിഡ് വ്യാപനത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ. ജനസംഖ്യാനുപാതത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗവ്യാപനമുള്ള ജില്ലയായി എറണാകുളം മാറി. കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ദില്ലിക്കും മുംബൈക്കും സമാനമായ സ്ഥിതി എറണാകുളത്തും ഉണ്ടായേക്കാം. കോവിഡിന്റെ 2ാം തരംഗത്തിൽ പകച്ചു നിൽക്കുകയാണ് എറണാകുളം ജില്ല. തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതിദിന കോവിഡ് കേസുകൾ 4000-ന് മുകളിലേക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ദില്ലിക്ക് സമാനമായി കുതിച്ചുയരുന്നു. ജനസംഖ്യാനുപാതകത്തിൽ നോക്കുമ്പോൾ എറണാകുളത്തിനേക്കാളും കുറവാണ് ദില്ലിയിലെയും മുംബൈയിലെയും പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 4 ദിവസത്തിനുള്ളിൽ മാത്രം 16,136 പേർക്കാണ് കോവിഡ് പിടികൂടിയത്. 10 ലക്ഷം പേരിൽ എത്ര പേർക്ക് അസുഖം വരുന്നു നോക്കിയിട്ടാണ് നമ്മളത് എത്രമാത്രം രോഗത്തിന്റെ വ്യാപനം എത്ര കൂടുതലാണെന്ന് നോക്കുന്നത്. എറണാകുളത്തെ സംഖ്യ ഇന്നലത്തെ കണക്ക് നോക്കുമ്പോൾ 1300 മിനിഞ്ഞാന്നത് കുറച്ചുകൂടി കുറവായിരുന്നു. അപ്പോൾ ഒരു ദിവസം 10 ലക്ഷം പേരിൽ 1300 പേർക്ക് അസുഖം ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ അർത്ഥം. അതേസമയം ഡൽഹിയിൽ അതിനേക്കാളും തൊട്ട് താഴെയാണ് 1280 അടുപ്പിച്ചിട്ടാണ് വരുന്നത്. അതിന്റെ അർത്ഥം ഡൽഹിയിലുള്ളതിനേക്കാളും കൂടുതൽ രോഗവ്യാപനമാണ് എറണാകുളത്തുള്ളത്. എറണാകുളത്തെ കോവിഡ് കെയർ സെന്ററുകൾ ഇതിനോടകം നിറഞ്ഞു കവിഞ്ഞു. സർക്കാർ സ്വകാര്യ മേഖലകളിൽ കോവിഡ് ICU കിടക്കകളുടെ കുറവും വെല്ലുവിളിയാകുന്നു. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ICU കിടക്ക ലഭിക്കുന്നതിന് മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ട അവസ്ഥ. ആലുവ ജില്ലാ ആശുപത്രി കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കിയെങ്കിലും പൂർണ്ണ തോതിലെത്തിയിട്ടില്ല. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓക്സിജൻ സൗകര്യം ലഭ്യമാക്കാനാകുന്ന കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളും എറണാകുളത്തില്ല. ഗുരുതര സാഹചര്യം മുന്നിൽ കണ്ട് ജില്ലയിൽ കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങളിലാണ് അധികൃതർ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.